തൃശൂരിൽ കോഴിഫാം കർഷകനോട് KSEBയുടെ പ്രതികാര നടപടിയെന്ന് പരാതി. കോഴിഫാമിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ നീക്കം. ചാലക്കുടി കുന്നപ്പള്ളി സ്വദേശി പ്രേംജിത്ത് ലാലിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിന്റെ വൈദ്യുതി വിച്ഛേദിക്കാനാണ് ശ്രമം നടന്നത്. ഇന്നലെ വൈദ്യുത പോസ്റ്റ് സ്ഥാപിക്കാനെത്തിയ KSEB ഉദ്യോഗസ്ഥരെ പ്രേംജിത്ത് തടഞ്ഞിരുന്നു. ഇതിൽ പ്രകോപിതരായാണ് ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ നടപടി സ്വീകരിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് ഈ പരാതി? സൂരജ്, TK കുന്നപ്പള്ളി സ്വദേശി, അതായത് ചാലക്കുടി കുന്നപ്പള്ളി സ്വദേശിയായിട്ടുള്ള പ്രേംജിത്താണ് ഇത്തരത്തിൽ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ ഇദ്ദേഹത്തിന് മുന്നിലൂടെ പോകുന്ന റോഡിൽ ഒരു പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി KSEB എത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ റോഡിന്റെ പണി നടക്കാനിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ റോഡിനോട് ചേർത്ത്, അതായത് ഈ പാതയോട് ചേർത്ത് മാത്രമേ പോസ്റ്റ് ഇടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ പോസ്റ്റ് ഇടുന്ന നടപടി ഇദ്ദേഹം തടഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ KSEB ജീവനക്കാർ ഇദ്ദേഹത്തിന്റെ ഈ ഫാമിൽ എത്തുകയും അവിടെ ഈ ഫെൻസിംഗ് ലൈനിന് വേണ്ടി വൈദ്യുതി ഉപയോഗിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന നടപടിയിലേക്കും പോയത്. വലിയ പ്രതിഷേധം പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉയർത്തി. അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ ഉൾപ്പെടെ സ്ഥലത്തെത്തി KSEB അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്നത്തേക്ക് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെ ഈ KSEB ജീവനക്കാർ മടങ്ങുകയുമാണ് ചെയ്തത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ കുറുനരിയുടെയും അതുപോലെ തന്നെ തെരുവുനായുടെയും എല്ലാം ആക്രമണത്തിൽ 1000-ലധികം കോഴികൾ ഇവിടെ ചത്തിരുന്നു. പിന്നീട് കൂടിയാണ് ഈ ഫാമിന് ചുറ്റും ഈ ഫെൻസിംഗ് ലൈൻ സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് ഇദ്ദേഹം പോയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ KSEBയുടെ വൈദ്യുതി തന്നെയാണ് ഈ ഫെൻസിംഗ് ലൈനിന് ഉപയോഗിച്ചത് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ KSEB ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു നോട്ടീസ് നൽകുന്നു. നോട്ടീസ് നൽകിയതോടുകൂടി പിന്നീട് ഈ വൈദ്യുതി ഉപയോഗിക്കുന്നത് നിർത്തുകയും ചെയ്തു. പിന്നീട് ഇവിടെ ഈ സോളാർ പാനൽ അടക്കം സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി ഇവർ മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ഈ ഫെൻസിംഗ് ലൈൻ ഈ വൈദ്യുതി വിച്ഛേദിച്ചതോടുകൂടി ഈ ജീവനക്കാരെ അടക്കം, അതായത് ഈ ഫാമിൽ പണിയെടുക്കുന്ന ജീവനക്കാരെ രാത്രികാലങ്ങളിൽ ഇവിടെ നിയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ കോഴിയുടെ എല്ലാം സുരക്ഷിതത്വം ഉറപ്പാക്കിയിരുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ ഈ തർക്കമുണ്ടാകുന്നതും പിന്നീട് ഈ KSEB ജീവനക്കാർ ഇന്നെത്തി ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന നടപടിയിലേക്കും പോവുകയായിരുന്നു. KSEB ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ മീറ്റർ റീഡിങ്ങിന് എത്തിയ സമയത്ത് KSEBക്ക് ഇത്തരത്തിൽ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നതായി സംശയം തോന്നി എന്നുള്ളതാണ് പറയുന്നത്. ബാറ്ററിയും അതുപോലെ തന്നെ ഈ ഫെൻസിംഗ് ലൈനും ഇതുമായി ഘടിപ്പിച്ചിരുന്നു. പക്ഷേ വൈദ്യുതി ലൈനുമായി ഇത് ഘടിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ രാത്രികാലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് KSEB ഇത്തരം ഒരു നടപടിയിലേക്ക് പോയത്. ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയല്ല എന്നുള്ളതാണ് KSEB ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത്. ശരി, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.